കാണാം പാറ വീണ്ടും ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്നും പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. താഴേക്ക് വീണ്ടും പാറ ഇടിഞ്ഞു വീഴുകയാണ്. അതിന് തൊട്ടിപ്പുറത്തെ ഭാഗത്ത് തന്നെയായിരുന്നു ഇന്നലെയും പാറ ഇടിഞ്ഞത്. നമുക്ക് ആ മണ്ണ് ഇളകി നിൽക്കുന്ന ഭാഗത്ത് നിന്നും വീണ്ടും പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് നമ്മൾ നേരത്തെ മുതൽ പറയുന്നത്. വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ NDRF സംഘത്തിന്റെ നീക്കം കുറെ കൂടി വ്യക്തമായിട്ടുണ്ട്. അവർ നിലവിൽ കരുനാഗപ്പള്ളിയിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ കുറെ കൂടി വലിയ ക്രെയിൻ എത്തിച്ചുകൊണ്ട് മുകളിലേക്ക് എത്താതെ, അല്ലെങ്കിൽ ഈ അപകടം നടന്ന ഭാഗത്തേക്ക് എത്താതെ ഏറെ താഴെ നിന്നുകൊണ്ട് ഈ അയൺ റോപ്പ് ഈ ക്രെയിനിൽ കെട്ടുകയും ഹിറ്റാച്ചിയിൽ കെട്ടുകയും അപകടം സംഭവിച്ച ഹിറ്റാച്ചിയിൽ കെട്ടുകയും തുടർന്ന് താഴെ നിന്നും വലിച്ചു നീക്കി താഴേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം ഹിറ്റാച്ചി പൊക്കുക എന്നത് സാധ്യമല്ല എന്നാണ് ഈ ദൗത്യ സംഘം പറയുന്നത്. കാരണം ഈ പാറ മുഴുവനായും ഈ ഹിറ്റാച്ചിക്ക് മുകളിൽ കിടക്കുകയാണ്. ഏകദേശം 50 ടണ്ണിന് മുകളിൽ ഭാരമാണ് ആ ഉള്ളത് എന്നാണ് ദൗത്യ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുകളിലേക്ക് പൊക്കിയെടുക്കുക എന്നത് ശ്രമകരമാണ്. അത് കഴിയുന്നത്ര എളുപ്പമാകില്ല എന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിൻ ഈ മുകളിലത്തെ ഭാഗത്തു നിന്നാണ്, അവിടെ നിന്നും താഴേക്കാണ് ദൗത്യ സംഘാംഗങ്ങൾ ഇറങ്ങുന്നത്. അത് കൂടുതൽ അപകടകരമാണ് എന്ന വിലയിരുത്തലിലേക്ക് നിലവിൽ വെച്ചിട്ടുണ്ട്. കാരണം മുകളിൽ കിടക്കുന്ന ക്രെയിൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് സ്ലിപ്പായാൽ പോലും, വഴുതിയാൽ പോലും അത് കൂടുതൽ അപകടങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന വിലയിരുത്തലാണ് നിലവിൽ ഈ ആളുകൾക്കുള്ളത്, ദൗത്യ സംഘാംഗങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൂടി വലിയ ക്രെയിൻ സ്ഥലത്തെത്തിച്ച് കോഴിക്കോട് വലിയ ക്രെയിൻ സ്ഥലത്തെത്തിച്ച് താഴെ നിന്നും അപകടം നടന്ന ഭാഗത്തേക്ക് പോകാതെ ഈ പാറമടയുടെ താഴെ നിന്നും ഈ ക്രെയിനിൽ വടം കെട്ടുകയും അയൺ റോപ്പ് കെട്ടുകയും അതിന്റെ മറുവശം അപകടം സംഭവിച്ച കെട്ടുകയും ചെയ്യും. തുടർന്ന് താഴേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയുള്ള ദൗത്യം നടത്താം, അല്ലെങ്കിൽ ആ രീതിയിൽ ശ്രമിച്ചു നോക്കാമെന്നാണ് നിലവിൽ NDRF സംഘം പറയുന്നത്.